അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം പരിശുദ്ധമായ ഉംറ നിർവഹിക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ സുഹൈല എന്ന് പറയുന്ന ആ മഹദിയുടെ മയ്യത്താണ് ജന്നത്തുൽ മുഅല്ലയിലേക്ക് കൊണ്ടുപോകുന്നത്. അള്ളാഹു സ്വർഗം നൽകി ഉന്നത പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. വളരെ ആഗ്രഹങ്ങളോട് കൂടി ഒരുപാട് പ്രതീക്ഷയോടു കൂടി അവർ അള്ളാഹുവിൻ്റെ ആ ഭവനമായ പരിശുദ്ധമായ കഅബയിലേക്ക് തൻ്റെ ഭർത്താവുമായിട്ട് പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ വെച്ച് ഉംറ നിർവഹിക്കുന്നതിനിടയിലാണ് അവരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് ഇതുപോലുള്ളൊരു മരണം. പക്ഷേ എല്ലാവർക്കും അള്ളാഹു അങ്ങനെയുള്ള അനുഗ്രഹം നൽകാറില്ല. എത്രയോ പേര് ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പരിശുദ്ധമായ ഈ ഭൂമിയിൽ ജന്നത്തുൽ മുഅല്ല, അതുപോലെ തന്നെ ജന്നത്തുൽ ബഖിയ, മദീനത്ത്, ഇങ്ങനെയുള്ള ഈ പരിശുദ്ധമായ ഈ സ്ഥലങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എത്ര തന്നെ നമ്മൾ ആഗ്രഹിച്ചാലും പ്രതീക്ഷിച്ചുവാലും അള്ളാഹു സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അതിനുള്ള സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഒരുപാട് മഹാന്മാർ മഹദികളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ ആ ജന്നത്തുൽ മുഅല്ലയിലാണ് നമ്മുടെ പ്രിയ സഹോദരി സുഹൈല അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, അവരുടെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ. വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മരണമാണിതല്ലേ. പൈസ ഉള്ളവർക്ക്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, പൈസ ഉള്ളവർക്ക് ഹജ്ജിന് പോകാം, ഉംറക്ക് പോകാം. പക്ഷെ സ്വീകരിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ പൈസ ഉള്ള ആളുകൾക്ക് ഖുർആന് ഒരു പക്ഷേ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരാം. പക്ഷേ അതിനെ പാരായണം ചെയ്യുവാനുള്ളൊരു സൗഭാഗ്യം എന്നുള്ളത് അത് നമുക്ക് കിട്ടുക തന്നെ വേണം. അതുകൊണ്ട് പണം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതല്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കുള്ള യാത്ര എന്നുള്ളത് അതിമഹത്തരമാണ്. അത് വളരെയധികം പുണ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെയധികം നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പുണ്യഭൂമിയിൽ വെച്ചാകുമ്പോൾ അത് എത്ര ചെറുപ്പത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വിളിക്കുമ്പോൾ ആ മരണം സൗഭാഗ്യമുള്ളതാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു എന്നൊക്കെ പല ആളുകളും പറയും. പക്ഷേ ആത്മീയ തലത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹു ഏറ്റവും അനുഗ്രഹീതമായിട്ടാണ് ആ സഹോദരിയെ സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹു ഉന്നതമായ ദറജ നൽകുമാറാകട്ടെ. കണ്ണൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ കൂടെ തൻ്റെ പ്രിയതമനായ ഷറഫുദ്ദീൻ സഖാഫി തളിപ്പറമ്പും ഉണ്ടായിരുന്നു ആ ഒരു യാത്രയിൽ. അങ്ങനെയാണ് അവർ ഉംറ നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഭൂമിയിലെത്തുന്നത്. പ്രിയപ്പെട്ട തൻ്റെ കൂടപ്പിറപ്പ് പോലെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ഭർത്താവുമായിട്ട് ഉംറ നിർവഹിക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകാൻ കഴിയുന്നു. അവിടെ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും നിർവഹിക്കാൻ അവരെല്ലാവരും മുന്നോട്ട് വരുന്നു. എന്നിട്ട് ആ പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടിയിട്ട് അവരെ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലൂടെ യാത്ര അയക്കുന്നു എന്നുള്ളത് അൽഹംദുലില്ലാ വളരെയധികം ആത്മീയ തലത്തിലൂടെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ഇതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല സന്തോഷമുള്ള സമയങ്ങളിൽ, അള്ളാഹു ഏറ്റവും ബർക്കത്ത് ചെയ്ത സ്ഥലങ്ങളിൽ വെച്ച് നമുക്കും അള്ളാഹുവിലേക്ക് യാത്രയാകുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ എല്ലാവിധ കാവലുകളും നമുക്കുണ്ടാകുമാറാകട്ടെ. ഇനിയിപ്പോൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്നായിട്ടും കുടുംബത്തിൽ നിന്നായിട്ടും പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അള്ളാഹു അവരുടെ ഹജ്ജൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ യാത്രയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കാം. വളരെയധികം പവിത്രമായ ഒരു സ്ഥലത്താണ് നമ്മുടെ സഹോദരി സുഹൈല അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ ഒരുപാട് മഹാന്മാരുണ്ട്, മഹദികളുണ്ട്. നമ്മുടെ പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രണയിച്ചിരുന്ന തൻ്റെ പത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അടക്കം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പുണ്യഭൂമിയിലോട്ടാണ് പരിശുദ്ധമായ ഉംറ നിർവഹിക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പോയിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ കുടുംബത്തിന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈമാനുള്ളൊരു മരണത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിയിലുള്ളൊരു മരണത്തിന് വേണ്ടി. ഈ ഭൗതികമായിട്ട് ലോകത്ത് എന്ത് സുഖങ്ങളും സന്തോഷങ്ങളും നമുക്കുണ്ടെങ്കിലും അത് വളരെ കുറച്ചാണ്, ലളിതമാണ്. എന്നേക്കുമായിട്ട് നമുക്ക് പാർക്കാനുള്ള
ശാന്തിയുടെ ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിലേക്ക് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലായിട്ട് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊന്നും നമ്മൾ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കൂട്ടുകുടുംബങ്ങൾ തമ്മിൽ അകന്ന് ജീവിക്കുകയോ അതല്ല എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുതൽ അപഹരിക്കുന്ന രീതിയിലൊന്നും നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും അർത്ഥമുള്ളതല്ല. നമ്മുടെ ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് യാത്രയാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, തെറ്റുകൾ വന്നു പോകും എങ്കിൽ പോലും മനസ്സുകൊണ്ട് ഉരുകി അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നന്മയുള്ള ഏറ്റവും പവിത്രമായൊരു സമയത്ത് നമുക്ക് അള്ളാഹുവിലേക്ക് യാത്രയാകണം. നമ്മുടെ എന്ത് തെറ്റുകളോ കുറ്റങ്ങളോ അള്ളാഹു പൊരുത്തപ്പെട്ട് തന്നേക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, മറ്റുള്ളവരെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക, ഇതെല്ലാം നമ്മളെത്ര അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചിട്ടും കാര്യമില്ല. നമ്മൾ പൊരുത്തപ്പെടിക്കേണ്ട ആളുകളോട് പൊരുത്തപ്പെടിക്കൽ അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ നന്നായി നിസ്കരിക്കുന്നവരാകാം, നോമ്പ് നോക്കുന്നവരാകാം, പക്ഷേ പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നടക്കുന്നതിൽ നമുക്ക് യാതൊരു പേടി ഉണ്ടാവാറില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും മഹത്തരമായ മരണങ്ങളും അള്ളാഹു തൃപ്തിപ്പെട്ട സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി നമുക്ക് അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ അവർക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാക്കുകയോ അരുത്. എന്താണെങ്കിലും അള്ളാഹു ഈ മഹദിയോടുകൂടെ നമ്മളെ ഈ സ്വർഗ്ഗപ്പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.